പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത FC ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം, ഒരുപാട് നാളുകളായിട്ട് കേൾക്കുന്ന ഒരു റൂമറാണ് സ്പാനിഷ് സൂപ്പർ താരമായിട്ടുള്ള റോഡ്രി ബാഴ്സയിലേക്ക് എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഏതാണ്ട് കാര്യങ്ങളെല്ലാം തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ റോഡ്രിയുടെ സൈനിങ് FC ബാഴ്സലോണ പൂർത്തിയാക്കിയിട്ടുണ്ട്. 2030 വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് റോഡ്രിയെ FC ബാഴ്സലോണ സൈൻ ചെയ്തിരിക്കുന്നത്. മെഡിക്കലിന് വേണ്ടി ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റോഡ്രി ബാഴ്സലോണയിലേക്ക് വരും. ബാഴ്സലോണ മുന്നോട്ട് വെച്ച ഒരു മൂന്നാമത്തെ പ്രപ്പോസൽ സിറ്റി അംഗീകരിക്കുകയായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ തന്നെ ബാഴ്സലോണയും തമ്മിൽ ഇന്നലെ രാത്രി ധാരണയിലെത്തുകയായിരുന്നു. മാത്രമല്ല, മെഡിക്കൽ പരിശോധനകളും കരാർ ഒപ്പിടലും ഉൾപ്പെടെയുള്ള നടപടികൾക്കായി റോഡ്രി വരുന്ന ആഴ്ച ബാഴ്സലോണയിലേക്ക് യാത്ര തിരിക്കും. എന്നിരുന്നാലും ഡെക്കോയുടെ ദൗത്യം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. മറ്റൊരു കാര്യം, റോഡ്രി FC ബാഴ്സലോണയ്ക്ക് വേണ്ടി ജേഴ്സി നമ്പർ 16 അണിഞ്ഞുകൊണ്ടായിരിക്കും കളിച്ചേക്കുക. നേരത്തെ ബാഴ്സലോണയ്ക്ക് വേണ്ടി ജേഴ്സി നമ്പർ 16 അണിഞ്ഞുകൊണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഫെർമിൻ ലോപ്പസ് ആയിരുന്നു. റോഡ്രിയുടെ ഈ ഒരു വരവോട് കൂടി റോഡ്രി ആയിരിക്കും ജേഴ്സി നമ്പർ 16, പകരം ഫെർമിൻ ലോപ്പസിന്റെ ജേഴ്സി നമ്പർ 7 ആയിരിക്കും. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന ISL സീസണിൽ കളിക്കുമോ എന്നുള്ളത്. ISL പങ്കെടുക്കുന്നതിന് വേണ്ടി എല്ലാ ISL ക്ലബ്ബുകളും ഒരു തുക അടയ്ക്കേണ്ടതുണ്ട്. അതിലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള 55 ലക്ഷം രൂപ ജംഷഡ്പൂർ FC ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ISL ക്ലബ്ബുകളും അടച്ചിരുന്നു. അങ്ങനെ ഇപ്പോൾ അതിന്റെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ആശിഷ് നെഗിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഡയമണ്ട് ഹാർബർ FC ഒഴികെ ബാക്കിയുള്ള എല്ലാ ISL ക്ലബ്ബുകളും സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റും ഫെഡറേഷന് നൽകിയിട്ടുണ്ട്. നിലവിൽ ഡയമണ്ട് ഹാർബർ FC മാത്രമാണ് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് നൽകാൻ ബാക്കിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ISL ക്ലബ്ബുകളും ISL കളിക്കാൻ തയ്യാറാണ് എന്നുള്ള സൂചന ഇതോടെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഡയമണ്ട് ഹാർബർ FC ഉടനെ തന്നെ ആ ഒരു ഇൻസ്റ്റാൾമെന്റ് നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന ISL സീസൺ കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡീല് കൂടിയാണ് പൂർത്തിയാക്കാനുള്ളത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.